ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. സൺഡേ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പട്ടായയിലേക്ക് പോവുകയാണ്. രാവിലെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മെയിൻലി നമ്മുടെ ചാനലിൽ തായ്ലൻഡിലെ വിശേഷങ്ങളൊക്കെയാണ് ഇടുന്നത്. നമ്മളിപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഇടുന്നത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു 7-Eleven നിന്ന് കുറച്ച് സ്നാക്സും അതുപോലെ തന്നെ ഡ്രിങ്ക്സൊക്കെ വാങ്ങിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ 5 സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിൽ നിന്ന് ഒരു റാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ എന്തോ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി മസ്ക് മെലൻ്റെ ഒരു ജ്യൂസും അതുപോലെ സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ബ്രെഡായിരുന്നു സത്യം പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ കൗശിക്ക് ഇത് രണ്ടൊന്നും കുറേശ്ശെയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 7-Eleven കയറിയാൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടന്നില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അത് ഏറ്റവും വലിയ സന്തോഷമാണ് കേട്ടോ. പിന്നെ ഈ സംഭവങ്ങളെല്ലാം കാറിലിരുന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഹൈവേയിൽ കൂടിയാണ് പോകുന്നത്. വഴി തെറ്റണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമുക്ക് മട്ടൻ വാങ്ങണം. അപ്പോൾ ആ ഒരു വല്ലാത്തൊരു സ്ഥലത്താണ് അത് ഉള്ളത്. അപ്പോൾ ഹൈവേ കൂടെ പോകുമ്പോൾ വലിയ പ്രശ്നമില്ലാതെ അങ്ങ് ചെന്നെത്തും എന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. നോക്കിക്കോ, ഈ ഹൈവേയുടെ രണ്ട് വശത്തും നിറച്ച് കൊന്നപ്പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ 325 ദിവസവും ഈ സാധനം പൂത്ത് നിൽക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഏപ്രിൽ വിഷു ആ സമയത്ത് മാത്രമല്ലേ ഉള്ളൂ. ഇതെപ്പോഴും ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. നമ്മൾ എന്തൊക്കെ വിചാരിച്ചു പോകുന്നു അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും സത്യം പറഞ്ഞാൽ നടക്കുന്നത്. കാരണം വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറങ്ങിയാണ് ലാസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇച്ചിരി ഉള്ളിലോട്ടാണ് കേട്ടോ. പട്ടായയിൽ തന്നെ കുറച്ച് ഉള്ളിലേക്കാണ്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ചൂല് വേണം എന്നൊരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കടയിൽ നിന്ന് കണ്ടു. കാരണം ഇവിടെയൊക്കെ കാണുമ്പോഴും ഞാൻ വേണ്ട എന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എന്തായാലും വാങ്ങിയേ പറ്റത്തുള്ളൂ. ഏത് കടയിൽ പോയാലും കൗശിക്കിനുള്ളത് കൗശിക്ക് നോക്കിയെടുക്കും കേട്ടോ വണ്ടികൾ. അതിന് യാതൊരുവിധ സംശയമില്ല. കഴിഞ്ഞ തവണ പട്ടായയിൽ വന്നപ്പോൾ നന്നായിട്ട് ബുദ്ധിമുട്ട്, ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു. 3 മണിക്കൂറാണ് സത്യം പറഞ്ഞാൽ അതിനകത്ത് പെട്ടുപോയി കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ പ്രശ്നമില്ലാതെ നമ്മൾ പട്ടായയിൽ ആ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നമ്മൾ മലബാർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, അത് കേരള റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അവിടുന്ന് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മളൊരു വണ്ടി ഇടുന്നത് ഈ ഒരു ചൈനീസ് ടെമ്പിളിലാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം കൗശിക്കിനെയൊക്കെ നിന്ന് കളിപ്പിച്ചു. അവിടെ നിന്ന് പ്രാവിനൊക്കെ അവിടുന്ന് ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കാൻ പറ്റും. നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അതിനുള്ള ഫുഡ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കൊടുത്ത് അവനെ ഒന്ന് ഓക്കെ ആക്കി എടുത്തു. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് കേട്ടോ ഈ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ വളരെ കുറച്ച് പേർക്കേ എനിക്ക് തോന്നുന്നു അങ്ങനെ അറിയാമെന്ന് തോന്നുന്നു ഈ സ്ഥലം. അങ്ങനെ കുറച്ച് നേരം അവനെ അവിടെ നിന്ന് കളിപ്പിച്ചു. പിന്നെ എന്താ പറയുക, മീനൊക്കെ കുറച്ച് നേരം ഫുഡൊക്കെ കൊടുത്തു. നല്ല രസമാണ് സത്യം പറഞ്ഞാൽ. ഈ ഒരു അമ്പലം കാണാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ. എത്രയോ വലിയ ഒരു അമ്പലമാണ്. എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് അവിടെ ഒരു ട്രാക്ടർ പോലെ എന്തോ ഒരു സാധനം കിടന്നത്. അപ്പോൾ കൗശിക്ക് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തൊട്ടടുത്ത് നിന്ന് ഈ ഇതിൻ്റെ ഉടമസ്ഥർ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കയറിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചിട്ട് അതിനകത്തിരുത്തി കേട്ടോ. അവൻ്റെ ഒരു സന്തോഷം ഭയങ്കര വലുതായിരുന്നു. അവൻ ഇതുപോലുള്ള വണ്ടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർ കയറിക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പോലും അറിയണം അവൻ എങ്ങനെയൊക്കെയോ വലിഞ്ഞു പിടിച്ചൊക്കെ അതിനകത്തോട്ട് കയറാനൊക്കെ നോക്കി കേട്ടോ. ഇവൻ സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം പട്ടായ പോയതിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടായത് കൗശിക്കിനാണ്. അവൻ വിചാരിച്ച പോലെയല്ല പല കാര്യങ്ങളും നടന്നു. നമ്മളെപ്പോൾ പട്ടായയിൽ പോലും പല കാര്യങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് ടൈഗർ പാർക്കിൽ പോയി കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചാണ് പോയത്. പക്ഷെ ഒന്നും നടന്നില്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് ചേട്ടൻ മൊത്തത്തിൽ മാറി അകത്തേക്ക് കയറുന്നില്ല, എനിക്ക് പേടിയാണ്, കൗശിക്കിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ വെറുതെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വെളിയിൽ നിന്ന് കുറച്ച് നേരം ഫോട്ടോസ് എടുത്തു. അപ്പോൾ കുറേ പേര് അവിടെ ഇങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സീസൺ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഇന്ത്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് എനിക്ക് കൂടുതലും നോർത്ത് നിന്നുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം വെളിയിൽ നിന്ന് പല സൈഡിൽ നിന്നും ടൈഗറിനെ കുറച്ച് നേരം കണ്ട് സംതൃപ്തി അടഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് കൊതിച്ചായിരുന്നു ഉള്ളിൽ പോകണം എന്നുള്ളത്. ഇവർ രണ്ടുപേരും വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ മാത്രം ഉള്ളിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും എനിക്കൊരു രസമില്ല. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു ഞാനും പോകുന്നില്ല, വെറുതെ ഞാൻ മാത്രമായിട്ട് എന്തിനാണ് പോകുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവർ ഇങ്ങനെ ടൈഗറിൻ്റെ കുറേ കളികളും അതൊക്കെയാണ് മെയിനായിട്ട് സത്യം പറഞ്ഞാൽ ഈ ടൈഗർ പാർക്കിൽ മെയിനായിട്ടുള്ളത്. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ